പരിശുദ്ധ ഇസ്ലാമിന്റെ സഹിഷ്ണുതയുടെ സുന്ദരമായ സന്ദേശങ്ങൾ, സമാനതകളില്ലാത്ത സന്ദേശങ്ങൾ ലോകത്തൊരു പക്ഷേ ഒരാൾക്കും കാണിക്കാൻ കഴിയൂല. സൂറത്ത് ആലി ഇമ്രാൻ, ആ സൂറത്തെ ആലി ഇമ്രാന്റെ അവതരണ പശ്ചാത്തലത്തിന്റെ തുടക്കഭാഗം ഹബീബായ മുത്തുറസൂൽ തങ്ങൾ മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവിയിൽ കഴിയുന്നു. ഹിജ്റ 9ാമത്തെ വർഷത്തിലാണ്. മുഹറം മാസത്തിൽ നജ്റാൻ എന്ന് പറയുന്ന പ്രദേശം, ആ നജ്റാൻ എന്ന പ്രദേശത്ത് നിന്നും 60ഓളം വരുന്ന ഒരു ക്രിസ്തീയ പുരോഹിത സംഘം മസ്ജിദുൻ നബവിയിലേക്ക് വരുന്നു. ഇലാ ഹളറത്ത് റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക്. ആ കാലഘട്ടത്തിൽ പ്രസിദ്ധമായ, അന്നത്തെ തുണി നെയ്ത്തിലും കാർഷിക വിളകളിലും പ്രസിദ്ധരായ യമനിലുള്ള നജ്റാനിന്റെ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനെ കാണാനും ചർച്ച ചെയ്യാനും മദീന മുനവ്വറയിലേക്ക് കടന്നു വരുന്നു. അവർ മസ്ജിദുൻ നബവിയുടെ മുമ്പിലെത്തുന്നത് ഒരു ശനിയാഴ്ച ദിവസം വൈകുന്നേരത്തിലാ. സീറത്തുൽ ഹലബിയ, സീറത്ത് ഇബ്നു ഹിഷാം, പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തെ ആലി ഇമ്രാന്റെ 72 വരെയുള്ള ആയത്തുകളിൽ പല ഭാഗങ്ങളുടെയും അവതരണ പശ്ചാത്തലം ഈ ചരിത്രമാണ് എന്ന് മുഫസ്സിരീങ്ങൾ എല്ലാവരും പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മസ്ജിദുൻ നബവിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സ്വഹാബ, ആ സ്വഹാബത്ത് പുറത്തു നോക്കുമ്പോ മസ്ജിദുൻ നബവിയുടെ വടക്ക് ഭാഗത്തിലായി വലിയൊരു സംഘം ആളുകൾ, ക്രിസ്തീയ പുരോഹിതന്മാർ, അബ്ദുൽ മസീഹ് എന്ന് പറയുന്ന ഒരു നേതാവിന്റെ കീഴിലായി 60ഓളം വരുന്ന പുരോഹിത സംഘമാണ് ആ നാട്ടിൽ വന്നെത്തി നിൽക്കുന്നത്. അവര് ഹബീബായ തങ്ങളെ കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. സ്വഹാബി വര്യം പാറാവുകാരനായ സ്വഹാബി പോയിട്ട് ഹബീബായ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയെ കാണാൻ ഇതുപോലൊരു സംഘം വന്നു. അവർ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ കടന്നു വരാൻ പറയൂ. കടുവാ പള്ളിയിലേക്കല്ല, ഭീമാ പള്ളിയിലേക്കല്ല, പാളയം പള്ളിയല്ല, ഈ ഉമ്മത്തിന്റെ നായകൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവി, ഒരു വഖ്ത് നമസ്കാരത്തിന് 50,000 വഖത്തിന്റെ പ്രതിഫലമുള്ള മസ്ജിദുൻ നബവിയുടെ ഉമറപ്പടിയിലല്ല, മസ്ജിദുൻ നബവിയുടെ മെഹ്റാബിൽ നമസ്കാരം കഴിഞ്ഞിട്ട് തിരുന്നിരുന്ന ഹബീബായ മുത്ത് റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ക്രിസ്തീയ പുരോഹിതന്മാരുടെ 60ഓളം വരുന്ന ആളുകൾ വന്നെത്തി നിൽക്കുന്ന നബിയെ, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു, കടന്നു വരാൻ പറയൂ. സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സ്വഹാബത്തുണ്ട്. അവരുടെ മുമ്പിലേക്ക് ആ സംഘം ഇങ്ങനെ കടന്നു വന്നു. അള്ളാന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു, ഒരൽപ്പം നിങ്ങൾ സ്ഥലം മാറി കൊടുക്കണേ. 1ാമത്തെ സഫിന്റെ ഭാഗത്തിലാണ് ഇന്നത്തെ റൗളാ ശരീഫ്, പച്ചപ്പരവതാനി വിരിച്ചിരിക്കുന്ന റൗളാ ശരീഫ്. ഒരൽപ്പനേരം 5 നേരം അവിടെ ഒന്ന് കയറിയിരിക്കാൻ, 2 റക്അത്ത് നമസ്കരിക്കാൻ ഉന്തും തള്ളും കൂട്ടപ്പെടുന്ന ആ മസ്ജിദുൻ നബവിയിലെ റൗളാ ശരീഫിന്റെ ചാരത്തിലാ. അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ അവർക്ക് അവസരം കൊടുക്കണേ. ചരിത്രം പറയുന്നു, അബ്ദുൽ മസീഹിന്റെ സംഘം വരുമ്പോ അവർ ഒരു ഗിഫ്റ്റുമായിട്ടാ വന്നത്. അള്ളാന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ആ ഗിഫ്റ്റ് അങ്ങ് വെക്കപ്പെട്ടു. രൂപങ്ങളുള്ള ഒരു പരവതാനിയും അവരുടെ നാട്ടിലുള്ള പ്രത്യേകമായ കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരു വിഭവമായിട്ട് വരുമ്പോ ഹബീബായ തങ്ങളുടെ മുമ്പിലേക്ക് വെക്കപ്പെട്ടു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കാർഷിക ഉൽപ്പന്നങ്ങൾ എടുത്തു. എന്നിട്ട് ആ വിരിപ്പിനെ, രൂപങ്ങളുള്ള വിരിപ്പിനെ എടുത്ത് വിരിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ രൂപമുള്ളതുമാണ്, പട്ടുമാണ്. ഇത് എനിക്ക് എൻ്റെ ദീന് വിശ്വസിക്കുന്ന എൻ്റെ ദീനനുസരിച്ച് ഇതെനിക്ക് നിഷിദ്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് മറ്റാർക്കെങ്കിലും കൊടുത്തോ. എന്നിട്ട് അതിൽ രൂപമില്ലാത്തൊരു വിരി, ആ വിരിയെടുത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്തുവെന്ന ചരിത്രം. രൂപമുള്ളതിനെ തിരിച്ചേൽപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂല് ഈ ഹദിയ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ വന്നതിന്റെ ആഗമന ഉദ്ദേശം എന്താ? ആദിത്യ മര്യാദയോടെ, അങ്ങേയറ്റത്തെ മര്യാദയോടെ സ്വീകരിച്ചു ഇവിടെ ഇരുത്തി കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്തേ നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം? പറഞ്ഞു, നബിയെ, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ അനുയായികൾ അങ്ങ് പഠിപ്പിക്കുന്ന പുതിയ ദീനിന്റെ പ്രബോധകന്മാരായി നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കേട്ടറിഞ്ഞിരിക്കുന്നത് ശരിയാണ് എങ്കിൽ നിങ്ങളുടെ അനുയായികൾ ഏതെങ്കിലും ഒരു നാട്ടിലെത്തപ്പെട്ട് കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള മറ്റു മതസ്ഥരെ മുഴുവനും ഒതുക്കി കളയുന്നതാ, മറ്റുള്ളവരുടെ ആരാധനാലയങ്ങൾ തകർത്ത് കളയുന്നതാ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തി അങ്ങയുടെ പ്രബോധകന്മാർ, ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ചർച്ചകളുണ്ട്. ആ ചർച്ചകളെല്ലാം തകർത്താലും ശരി, ഞങ്ങൾ ഏറ്റവും ആദരിക്കുന്ന ഒരുപാട് കാലമായി, പൗരാണിക കാലം മുതലേ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിനെങ്കിലും വിട്ടു തരണമെന്ന് അഭ്യർത്ഥിക്കാനാ വന്നത്. അതിനെങ്കിലും ഒന്ന് ചെയ്യരുതേ, അത് ഞങ്ങൾക്ക് വിട്ടേക്കണം എന്ന് പറയുന്നത് അടക്കമുള്ള കാര്യങ്ങളുടെ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാ വന്നത്. അള്ളാഹുവിന്റെ ഹബീബ് കണ്ണ് നിറഞ്ഞുപോയി.
പറഞ്ഞു, എന്തൊക്കെ അങ്ങക്ക് ചോദിക്കാനുള്ളത്? റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ അവരുടെ മനസ്സിൽ നേരത്തെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ ഒരുപാട് ചോദ്യം. റസൂലുള്ളാഹി തങ്ങൾ ആ ചോദ്യമൊക്കെ കേട്ടു. ഇതിനിടയ്ക്ക് നിസ്കാരത്തിന്റെ സമയമായി. സ്വഹാബത്തിനോട് പറഞ്ഞു, അവർക്ക് ആതിഥ്യ മര്യാദയോട് അവർക്ക് പാർക്കാൻ ആ സ്ഥലം കൊടുക്കുക. മസ്ജിദുൻ നബവിയിൽ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പുറത്തേക്ക് ഇറങ്ങി വരുന്ന വഴിയുടെ ഭാഗത്ത് ആ തിട്ടയുടെ ഭാഗം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തിട്ട് അവിടെ താമസിച്ചോളാൻ പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ നമസ്കരിച്ചു. ഇശാഇന്റെ സമയമായി. ഇശാ കഴിഞ്ഞാൽ പിന്നെ സംസാരിച്ചിരിക്കുന്ന രീതിയില്ല. ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇശാ കഴിഞ്ഞാൽ ഉടൻ ഔറാദുകളും മുറാഖബയിലൂടെ പിന്നെ ഉറക്കത്തിലേക്ക് പോകല. സ്വഹാബത്തിനോട് പറഞ്ഞു, ഇവർക്ക് ആതിഥ്യ മര്യാദയോടെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം കൊടുക്കുക. അവരോട് പറഞ്ഞു, സമ്മതമാണോ? അതെ. ശനിയാഴ്ച രാത്രി മസ്ജിദുൻ നബവിയിൽ അവർ വിശ്രമിച്ചു. ഞായറാഴ്ച രാവിലെ പ്രഭാതത്തിന്റെ നമസ്കാരം കഴിഞ്ഞു. പ്രഭാത നമസ്കാരം കഴിഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഇബാദത്തുകൾ കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ ഹബീബ് വീണ്ടും അവരെ വിളിച്ചു. ചർച്ചകളുടെ ബാക്കിയുള്ള ഭാഗം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം സൂര്യൻ ഉദിച്ച് ചൂട് പിടിക്കാൻ തുടങ്ങുമ്പോൾ ഈ സംഘത്തിലെ ആളുകളിൽ ചിലര് വ്യഗ്രത കാണിച്ചു. എഴുന്നേറ്റ് പോകാൻ സമയമാകുന്നു എന്നുള്ള അടയാളങ്ങൾ കാണിക്കാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ റസൂലിന് കാര്യം മനസ്സിലായില്ല. ചില ആളുകൾ പതുക്കെ എഴുന്നേറ്റു. ചില ആളുകൾ പള്ളിയുടെ പുറത്തേക്ക് പോകാൻ തുടങ്ങി. ഹബീബായ തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് ഈ സമയത്തുള്ള വെപ്രാളം എന്താണ്? ആ സമയത്തിലാണ് എഴുന്നേറ്റ ആളുകൾ ചിലര് സീറത്തെ ഇബ്നു ഹിശാമും സീറത്തുൽ ഹലബിയ പോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം അതിന്റെ ലഫ്ളടക്കം നിങ്ങൾക്ക് കാണാം. ഹബീബായ മുത്ത് റസൂൽ തങ്ങളുടെ മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ മുത്ത് റസൂൽ തങ്ങളുടെ കണ്ണിന്റെ മുമ്പിലായി, കാഴ്ചയുടെ മുമ്പിലായി ഹബീബായ തങ്ങൾ നോക്കി നിൽക്കുമ്പോ ഈ സംഘത്തിലെ ആളുകൾ അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയുടെ ഒരു കോണിലേക്ക് എത്തുന്നു. എന്നിട്ട് അവരുടെ ആരാധനയുടെ തയ്യാറെടുപ്പ് നടക്കുന്നതായി മനസ്സിലാകുന്നു. ഹബീബായ തങ്ങൾ ചോദിച്ചു, എന്തേ നിങ്ങൾ ധൃതി കാണിക്കുന്നു? അവിടെ നിന്ന് പറഞ്ഞു, പ്രവാചകരെ, ഓ മുഹമ്മദേ, ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. ഈ ഞായറാഴ്ച ദിവസമാണ് ഇന്ന് ഞങ്ങളുടെ കുർബാനയുടെ കുംഭസാരത്തിന്റെ ദിവസമാണ്. ഈ ചർച്ച അവസാനിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് പുറത്തുപോയി ഞങ്ങളുടെ കുർബാനയും കുംഭസാരവും നടത്തി ഞായറാഴ്ചയുടെ പ്രാർത്ഥന നിർവഹിക്കാൻ കഴിയൂ. ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘം ആളുകൾ അതിനുവേണ്ട ഒരുക്കങ്ങളായി കഴിഞ്ഞു. സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സ്വഹാബത്ത് ചാടി എഴുന്നേറ്റുകൊണ്ട് അവരെ തടയാൻ വേണ്ടി മുന്നിട്ട് പോകുമ്പോൾ ഹബീബായ മുത്ത് റസൂൽ തങ്ങൾ പറഞ്ഞു, യാ സ്വഹാബാ ദഊഹും, നിങ്ങളവരെ വിടുക, നിങ്ങളവരെ തടയരുതേ. ചരിത്രം പറയുന്നു, ഫസ്തഖ്ബലൂ ഖിബ്ലതഹും ഫസല്ലൂ സ്വലാതഹും ഇലൽ മശ്രിഖി. ഹബീബായ തങ്ങളുടെ കൺമുമ്പിലായി, മുത്ത് റസൂലിന്റെ കൺമുമ്പിലായി, ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിലെ ഒരു പള്ളിയുടെയും ചരിത്രമല്ല പറയുക, അങ്ങ് മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവിയിൽ ഹബീബായ ഷഫീആയ തങ്ങളുടെ കണ്ണിന്റെ മുമ്പിലായതാ അവർ അവരുടെ ഖിബ്ലയായ കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ട് മുത്ത് റസൂലിന്റെ കണ്ണിന്റെ മുമ്പിലായവർ മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ കുർബാന നടത്തിയെന്ന് ചരിത്രം പറയുമ്പോ ആ പ്രവാചകനെയാണ് അറിയാത്തതിന്റെ പേരിൽ ആ പ്രവാചകനെ മതവിരോധിയായി ഇതര സമൂഹങ്ങളോടുള്ള അക്രമ പ്രവർത്തനങ്ങളുടെ നായകനായി അവതരിപ്പിക്കുന്ന സഹോദരങ്ങളെ, തെറ്റുപറ്റിപ്പോയി, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. അർണോട് വാണ്ടൂൻ ഇതുപോലെ തെറ്റിദ്ധരിച്ചയാളാ. അവരും ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇതുപോലെ പുസ്തകങ്ങളും അല്ലാതെയും ഒരുപാട് എഴുതി, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി. ഒരു ഗ്രന്ഥത്തിന്റെ ഭാഗങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് ഒരു സമൂഹത്തിന്, ഒരു മതവിഭാഗത്തിന് കൊള്ളരുതാത്ത ആളുകളാണെന്ന് പറയുമെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഗ്രന്ഥം ഇത് ഗ്ലോബൽ പാരസിറ്റ്സ് എന്ന് പറയുന്ന ഗ്രന്ഥമാ. ഇത് ജെറമി സീബ്രൂക്കും വിനിൻ പെരേരയും ചേർന്നെഴുതിയ ഗ്ലോബൽ പാരസിറ്റ്സ് എന്ന് പറയുന്ന ഗ്രന്ഥമാ. ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളിൽ പറയുന്നത് ക്രൈസ്തവ യൂറോപ്പ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് കടന്നു പോകുമ്പോ ക്രൈസ്തവതയിലേക്ക് മതപരിവർത്തനം നടത്താൻ തയ്യാറാകാത്ത ആളുകളെ, പള്ളികൾക്കുള്ളിൽ ഒളിച്ച ആളുകളെ പള്ളിയടക്കം കത്തിച്ച് ചാരമാക്കിയ ചരിത്രമാണ് എങ്കിൽ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നവനാണ് ഞാനെന്ന് പറഞ്ഞ ജോർജ് ബുഷ് 5.5 ലക്ഷം പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുമ്പോ അയാൾ വായിച്ച ബൈബിളല്ല ഈ ജെറമി സിബ്രൂക്ക് പറയുന്ന ചരിത്രത്തിലെ പ്രതികളുടെ ബൈബിള്. അവർ വായിക്കുന്ന ബൈബിളല്ല യഥാർത്ഥ ബൈബിള്. അവർ പറയുന്ന ഗീതയല്ല യഥാർത്ഥ ഗീത. അവർ വിശ്വസിച്ച ഖുർആനല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ലോകത്ത് നൽകിയത് സമാനതകളില്ലാത്ത സന്ദേശമാ. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽമ
നിങ്ങൾ അല്ലാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെ നിങ്ങൾ തെറി വിളിക്കരുതേ, നിങ്ങൾ തെറി വിളിക്കരുതേ. അങ്ങനെ നിങ്ങൾ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽമിൻ, അറിവില്ലായ്മ കൊണ്ട് അവർ നിങ്ങളെയും തെറി വിളിച്ചേക്കാം, നിങ്ങളെയും തെറി വിളിച്ചേക്കാം. അങ്ങനെ മുസ്ലിമീങ്ങളെ നിങ്ങൾ തെറി വിളിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പഠിപ്പിച്ച ഇതര മതവിഭാഗങ്ങളോടെന്നല്ല, അവരുടെ ആരാധനാ കർമ്മങ്ങളോട് പോലും നിങ്ങൾ മാന്യത കാണിക്കണേ, നിങ്ങൾ മാന്യത കാണിക്കണേ എന്ന് പഠിപ്പിച്ച സഹിഷ്ണുതയുടെ ഉത്തമ ഉദാഹരണം ലോകത്ത് സാധ്യമാക്കാൻ കഴിഞ്ഞ ഒരേ ഒരു ദർശനം പരിശുദ്ധ ദീനുൽ ഇസ്ലാമാ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്ത് പതാക കൈമാറുമ്പോ, ആ കൈമാറപ്പെടുന്ന പതാക കൈമാറുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിന്റെ ആ യുദ്ധസംഘത്തിന്റെ നേതാവിനോട്, ജിഹാദെ ഇഖ്ദാമിയുടെ നേതാവിനോട് പറയും, ഇന്തലിഖൂ ബിസ്മില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ നാമത്തിലായി പുറപ്പെട്ടോ, വലാ തഖ്തുലൂ ഇംറആ, നിങ്ങൾ സ്ത്രീകളെ വധിക്കരുതേ, വലാ തഖ്തുലൂ വലീദൻ തിഫ്ലാ, നിങ്ങൾ കുട്ടികളെ കൊല്ലരുതേ, വലാ തഖ്തുലൂ ശുയൂഖാ വലാ തഖ്തുലൂ ശൈഖൻ കബീറാ, വൃദ്ധജനങ്ങളെ നിങ്ങൾ വധിക്കരുതേ, വലാ തഖ്തഉ ശജറ ഇല്ലാ ശജറൻ യംനഉകും ഖിതാലാ ഔ യഹ്ജുസു ബൈനകും, നിങ്ങൾക്ക് തടസ്സമാകാത്ത വൃക്ഷലതാദികളെ നിങ്ങൾ വെട്ടി നശിപ്പിക്കരുതേ. ഇതൊക്കെ പറഞ്ഞ ഹബീബുനാ റസൂലുള്ളാഹി, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സമുദായ അംഗങ്ങളുണ്ടെങ്കിൽ പ്രത്യേകം അടിവരയിട്ടുകൊണ്ട് കേൾക്കണേ. ലോകത്ത് ഏത് നേതാവാണുള്ളത്? 1494 ജന്മദിനം ആഘോഷിക്കപ്പെടുന്ന ഹബീബായ മുത്ത് റസൂൽ തങ്ങള് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതുപോലെ ഒരു പ്രവാചകൻ ലോകത്ത് ഇപ്രകാരം മാനവ സൗഹാർദ്ദം പഠിപ്പിച്ച, സഹിഷ്ണുത പഠിപ്പിച്ച ഏതൊരു പ്രവാചകനാ ലോകത്തിലുള്ളത്? ആ ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, വലാ തഖ്തുലൂ അസ്ഹാബസ് സ്വവാമിഇ വലാ തഖ്തുലൂ അസ്ഹാബസ് സ്വവാമിഇ, മടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭജനയിരിക്കുന്ന, സന്യാസമിരിക്കുന്ന, മടങ്ങളിൽ കഴിയുന്ന സന്യാസികളായ ആളുകളെ, ഇതര മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളിൽ അവരുടെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള ആരാധന നടത്തുന്ന ആളുകളെ അവരെ നിങ്ങൾ വധിക്കരുതേ, അവരെ നിങ്ങൾ തുടരുതേ എന്നു മാത്രമല്ല, വലാ തുഹരികൂ കനീസാ, നിങ്ങൾ ഇതര മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളെ കത്തിച്ച് ചാരമാക്കരുതേ. ഇത് പഠിപ്പിച്ച നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നാൽ ആ പ്രവാചകനെ കുറിച്ചാ, ആ പ്രവാചകന്റെ സ്വഹാബത്തിനെ കുറിച്ചാ, തീപ്പന്തം കൊണ്ട് ഇന്ത്യയുടെ പടിവാതിൽക്കലേക്ക് വന്ന് നിരപരാധികളായ ഹൈന്ദവ സഹോദരങ്ങളെ കൊന്നുവെന്നും അവരുടെ ആരാധനാലയങ്ങൾ തകർത്തുവെന്നും പറയുമ്പോ ഒരു മുസ്ലിമായ നമുക്കെങ്കിലും അറിയണ്ടേ, അള്ളാന്റെ റസൂല് മാത്രമാണ് പാടില്ല എന്ന് പഠിപ്പിച്ചത്. ഒരു മതത്തിന്റെ അനുയായിയായി പിറന്ന ആരെങ്കിലും ഒരു മതത്തിന്റെ നാമം പേറിക്കൊണ്ടെന്തെങ്കിലും ഒരു കൊള്ളരുതായ്മ ചെയ്തു കഴിഞ്ഞാൽ അത് മതത്തിൻ്റെതായി വെച്ച് കെട്ടപ്പെടുന്ന സാമൂഹിക ക്രമം മാറ്റപ്പെടേണ്ടതുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബത്തിന്റെ ജീവിതം നിങ്ങൾ മാതൃകയാക്കണേ. മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു ഈജിപ്തിന്റെ ഗവർണറായി ഖിലാഫത്ത് നടത്തുന്ന കാലത്തില് ആ നാട്ടിൽ വലിയൊരു പ്രതിമയുണ്ടായിരുന്നു. മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ, യേശു ക്രിസ്തുവെന്ന് ക്രൈസ്തവ സഹോദരങ്ങൾ വിളിക്കുന്ന ഈസാ നബിയുടെ വലിയൊരു മാർബിളിന്റെ ഒരു പ്രതിമ അലക്സാണ്ട്രിയ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ഒരു ദിവസം ക്രൈസ്തവ സഹോദരങ്ങൾ നോക്കുമ്പോ ആ യേശു ക്രിസ്തുവെന്ന ഈസാ നബിയുടെ രൂപമായിട്ട് കൊത്തിവെക്കപ്പെട്ട മാർബിൾ പ്രതിമയുടെ മൂക്ക് കാണാനില്ല. ആരോ തല്ലിപ്പൊട്ടിച്ചേക്ക. പരാതിയായി അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇതാരാണ് ചെയ്തതെങ്കിലും പരിഹാരം ഉണ്ടാകണം. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല പറഞ്ഞു, മആദല്ലാഹ്, ഖുർആനിനെതിരെ, പ്രവാചക ജീവിതത്തിന്റെ മാതൃകക്കെതിരെ പരിശുദ്ധ ഇസ്ലാം ഹറാം എന്ന് പറഞ്ഞ പാതകമാണ് ചെയ്തത്. ഇതാരു ചെയ്താലും ആ പ്രതിയെ കിട്ടുകയാണെങ്കിൽ മാതൃകാപരമായി ശിക്ഷിക്കും. പക്ഷെ പ്രതി ആരാണെന്ന് അറിയാൻ മാർഗമില്ല. എന്ത് ചെയ്യും? എന്താ നിങ്ങൾക്ക് പരിഹാരമായി വേണ്ടത്? എന്താ നിങ്ങൾക്ക് പരിഹാരമായി വേണ്ടത്? ക്രൈസ്തവ സഹോദരങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ആഗ്രഹിക്കുന്ന പരിഹാരം നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദിന്റെ ഒരു പ്രതിമ ഇവിടെ ഉണ്ടാക്കപ്പെടണം. എന്നിട്ട് ആ പ്രതിമയുടെ മൂക്ക് ഇതേപോലെ ഛേദിച്ചു കളയണം. അതുമാത്രമാണ് പരിഹാരം എന്നവർ ആവശ്യപ്പെട്ടു. അംർ ബിൻ ആസ് റളിയല്ലാഹു തആല ഞെട്ടലോടെ പറഞ്ഞു, ഇല്ല, പരിശുദ്ധ ഇസ്ലാം രൂപങ്ങൾ ഉണ്ടാക്കാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു.
ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെതെന്ന് ധരിച്ചുകൊണ്ട് നിങ്ങൾ സ്ഥാപിച്ച ഈ പ്രതിമയുടെ മൂക്ക്, ഈ പ്രതിമയെ നിങ്ങൾ ആദരിക്കുന്നുവെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആരാധ്യ വസ്തുവാണ് എങ്കിൽ അതിനെ ആദരിക്കുക എന്നൊരു മുസ്ലിമിന്റെ കടമയാണ്, കടപ്പാടാണ്. അത് തിരിച്ചറിവില്ലാതെ ഇത് ചെയ്തതൊരു മുസ്ലിമാണ് എങ്കിൽ അവനെ മാതൃകാപരമായ അങ്ങേയറ്റത്തെ കടുത്ത ശിക്ഷ കൊടുക്കാൻ വിധേയമാണ്. എന്നാൽ പ്രതിയെ കിട്ടാതെ വരുമ്പോ പ്രായച്ചിത്തമായിട്ട് നിങ്ങൾ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. പറഞ്ഞു, നിങ്ങൾക്ക് അതേപോലൊരു മാർബിൾ പ്രതിമ ഞാൻ പണിയിപ്പിച്ചു തരാം. അവര് പറഞ്ഞു പറ്റില്ല. എങ്കിലും സ്വർണത്തിന്റെ പ്രതിമ പണിയിപ്പിച്ചു തരാൻ പറ്റില്ല. എന്നാൽ പിന്നെന്താണ് നിങ്ങൾ പരിഹാരമായി ആഗ്രഹിക്കുന്നത്? പറഞ്ഞു, പ്രവാചക പ്രഭുവിന്റെ രൂപമുണ്ടാക്കി കളയണം. റസൂലുള്ളാഹി തങ്ങളെ രൂപമുണ്ടാക്കിയിട്ടതിന്റെ മൂക്ക് ഛേദിച്ച് കളയണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എങ്കിൽ ആ സ്ഥാനത്തിൽ ഈ രാജ്യത്തുള്ള മുസ്ലിം ഉമ്മത്തിന്റെ നായകനായ നേതാവായ ഖലീഫയായ എന്നെ നിങ്ങൾ പരസ്യമായി നിർത്തിക്കൊണ്ട് എന്റെ മൂക്കിനെ നിങ്ങൾ അങ്ങ് ഛേദിച്ചോ. പറയപ്പെട്ട ദിവസമായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അലക്സാണ്ട്രിയ പട്ടണത്തിൽ തടിച്ചുകൂടുകയാണ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു എന്ന മുസ്ലിം ഉമ്മത്തിന്റെ അലക്സാണ്ട്രിയ ഈജിപ്റ്റ് എന്ന രാജ്യത്തിന്റെ നായകനാ. ആ രാജ്യത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും വളരെ സ്തബ്ധരായി നോക്കി നിൽക്കുന്ന രംഗം. ആ സമയത്തിലാണ് ക്രൈസ്തവ സമുദായത്തിന്റെ പ്രതിനിധി അവരുടെ ഭാഗത്ത് നിന്നും ആ കർത്തവ്യം നിർവഹിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ടയാള് ഉരുപിടിച്ച വാളുമായി അംർ ഇബ്നു ആസ് തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. മഹാനവരുടെ അടുക്കലേക്ക് വന്നിട്ട് ആ മഹാനവരുടെ മൂക്ക് ഛേദിക്കുവാനുള്ള ഭാഗത്തിന്റെ അടുക്കലേക്ക് എത്തിയിട്ട് ആ വാളിനെ വിദൂരത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അംർ ഇബ്നു ആസിനെ കെട്ടിപ്പിടിക്കുകയാ. പറഞ്ഞു, സഹോദരാ, ഏതോ ഒരു വിവരദോഷി ചെയ്തൊരു തെറ്റിന്റെ പേരിൽ, ഏതോ ഒരു വിവരദോഷി ചെയ്ത പാതകത്തിന്റെ പേരിൽ അങ്ങയുടെ നേതാവുമായി ബന്ധപ്പെട്ട് അങ്ങയുടെ പ്രവാചകൻ മുഹമ്മദിന്റെ രൂപമുണ്ടാക്കി മൂക്ക് ഛേദിക്കണമെന്ന് പറഞ്ഞപ്പോ അതിനനുവദിക്കില്ല എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തിനെ ബലിയാടാക്കാൻ കടന്നു വന്ന താങ്കൾ ഉൾക്കൊള്ളുന്ന സന്ദേശം അത് സത്യമാണ്, അത് അർത്ഥവത്താണ്, അത് അടിസ്ഥാനമുള്ളതാണ്. അത് താങ്കളിൽ നിന്നും എന്റെ മനസ്സിലാക്കി കഴിഞ്ഞു. ആ പ്രവാചകൻ അത്രമാത്രം നിങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എങ്കിൽ ആ പ്രവാചകന്റെ രൂപം ഞങ്ങൾക്ക് വേണ്ട, ആ പ്രവാചകന്റെ മൂക്കും ഞങ്ങൾക്ക് ഛേദിക്കണ്ട. പിന്നെയോ ഇനി ഒരിക്കലും ഇതുപോലെയുള്ള അക്രമം ഈ സമുദായത്തിലെ ഒരാളും കാട്ടരുത് എന്ന് പറഞ്ഞാൽ മതി. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ ആവശ്യം മാത്രം അവർ ഉന്നയിച്ചു കഴിയുമ്പോ മഹാനവറുകൾ ആ ജനതയോട് ആകമാനം ഈ വിഷയം വീണ്ടും ഒരിക്കൽ കൂടെ അടിവരയിട്ടുകൊണ്ട് ഓർമ്മിപ്പിച്ചു കൊടുത്തു. തെറ്റാണ്, അങ്ങേറ്റത്തെ പാതകമാ. ഒരു മുസ്ലിമായ മനുഷ്യനും ഒരു ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളും തന്നെ ചരിത്രത്തിൽ ഇന്നേ വരെയും ഇതുപോലെയുള്ള പാതകങ്ങൾ ചെയ്തിട്ടില്ല എന്നല്ല, മുസ്ലിം ഉമ്മത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളും ഇപ്രകാരമൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ വാടകയ്ക്കെടുത്ത ഗുണ്ടകൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ക്യാഷ് കൊടുത്ത് ലാഭങ്ങൾ, ഭൗതിക സുഖങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട് നാമധാരികളായ ചെറുപ്പക്കാരെ രംഗത്ത് കൊണ്ടുവന്നിട്ട് സമൂഹത്തിൽ പലതും നടക്കാറുണ്ട്. ആ നടത്തപ്പെടുന്ന വിഷയങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് നിരപരാധികളായ സഹോദരങ്ങളെ ഈ രാജ്യത്തിന് ഭീഷണിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോ എൻ്റെ പ്രിയമുള്ളവരെ, അതിൻ്റെ ആഴം നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ആ ആഴത്തിനനുസരിച്ച് തിരുത്തപ്പെടേണ്ട വിഷയങ്ങൾ തിരുത്തി കൊടുക്കേണ്ടതുണ്ട്. ഇല്ലാത്ത പക്ഷം നമ്മുടെ നാട് അന്തരീക്ഷം അങ്ങേയറ്റത്തെ ഭയാനകമായ അവസ്ഥയിലേക്കാ പോവുക. ഈ സമുദായത്തിനെ കുറിച്ചാ ഇവിടെയുള്ള ഫാസിസ്റ്റ് ശക്തികൾ പാവങ്ങളായ ഹൈന്ദവ സഹോദരങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നത്. ഇവിടെയുള്ള അമ്പലങ്ങൾ തകർത്തുകൊണ്ട് പള്ളി പണിഞ്ഞവരാ മുസ്ലിങ്ങള്. ഒരിക്കലുമല്ല സഹോദരങ്ങളെ. കവർച്ച ചെയ്യപ്പെട്ട പൊരുത്തമില്ലാത്ത ഭൂമിയിലെ സുജൂദ് സ്വീകരിക്കപ്പെടില്ല എന്ന് പഠിപ്പിച്ച ദർശനമാ പരിശുദ്ധ ദീൻ. മഹാനായ സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് ക്രിസ്താബ്ദം 637 പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവുകയാണ്. മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ ഉമറിന്റെ ഖിലാഫത്ത് കാലത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഫലസ്തീനിന്റെ മണ്ണിലേക്ക് അയച്ചു. കാരണം കാലങ്ങളായി, നൂറ്റാണ്ടുകളായി യഹൂദി നസാറാക്കൾ തമ്മിലടിച്ചുകൊണ്ട് ആർക്കാധിപത്യം കിട്ടുമോ കിട്ടുന്നവർ മറ്റുള്ളവരെ മുഴുവനും ഉന്മൂലനം ചെയ്യുന്ന പ്രകൃതമാണ് ഉണ്ടായിരുന്നത്. 1907 1197 ഒരു ചർച്ച് മുഴുവനായി ക്രൈസ്തവ സഹോദരങ്ങളെ ഉള്ളിലിട്ട് കത്തിച്ച് ചാരമാക്കിയ യഹൂദികൾ തിരിച്ചവർക്ക് ആധിപത്യം കിട്ടിയപ്പോൾ അവരും അങ്ങനെ ആരാധനാലയങ്ങളും എല്ലാം കത്തിച്ച് ചാരമാക്കും. അതവരുടെ രീതിയായിരുന്നു. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് കിട്ടി.
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച 3 ഹറം, മൂന്നാമത്തെ ഹറം ബൈത്തുൽ മുഖദ്ദസാണ്. ആ ബൈത്തുൽ മുഖദ്ദസ് മലീമസമാക്കപ്പെട്ട അവസ്ഥയിൽ മുസ്ലിം ഉമ്മത്തിന് അവകാശപ്പെട്ട മിഅ്റാജിന്റെ അനുഗ്രഹീതമായ സാന്നിധ്യമുണ്ടായ ആ സ്ഥലം ഇന്നൊരു ചവറുകൂനയാണ് എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് വിവരം കിട്ടുകയാണ്. മഹാനവറുകൾ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹുവിനെ 637 ആർച്ച് ബിഷപ്പ് സെഫ്രോനിയാസിനെ കാണാൻ വേണ്ടി പറഞ്ഞു വിട്ടു. അവിടെ എത്തി. മഹാനവർ അവിടെ എത്തുമ്പോൾ അവിടത്തെ അധികാരിയായ പാത്രിയാർക്കീസ് ബാവയെ പോയി കണ്ടിട്ട് പറഞ്ഞു, ഞാൻ ഉമറിന്റെ പ്രതിനിധി അബൂ ഉബൈദയാണ്. ഞാൻ വന്നത് സെമറ്റിക് മതങ്ങളെല്ലാം ആദരിക്കുന്ന ഈ ഭൂമിക ബൈത്തുൽ മുഖദ്ദസ് എന്ന ജെറുസലേം, ഈ ജെറുസലേമിലെ ഒരു ചെറിയ ഭാഗം ഞങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് അള്ളാഹുവുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്താൻ വേണ്ടി പോയ മെഹറാജിന്റെ രാത്രിയിൽ ആ അനുസ്മരണങ്ങൾ ഒരുമിച്ച് കൂടുന്ന മണ്ണ്, ആ ഭാഗം ഇന്ന് അവഗണിക്കപ്പെട്ട് കിടക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ആ ഭാഗം വേണ്ടതുപോലെ പരിപാലിക്കുവാൻ ഞങ്ങൾക്ക് വിട്ടുതരണം. പാത്രിയാർക്കീസ് ബാബ പറഞ്ഞു, പറ്റില്ല. സന്ധി സംഭാഷണം, മാന്യമായ ചർച്ചകളെല്ലാം കഴിഞ്ഞു, പറ്റൂല എന്ന് പറഞ്ഞു. അവസാനം ഉമർ റളിയല്ലാഹു തആല ആലോചിച്ചു, എങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു. ക്രിസ്താബ്ദം 637 ബൈത്തുൽ മുഖദ്ദസ് മഹാനായ അബൂ ഉബൈദയുടെ കയ്യിലൂടെ മുസ്ലിം ഉമ്മത്തിന്റെ ഉമറിന്റെ ഖിലാഫത്തിന്റെ കീഴിലേക്ക് വരികയാണ്. ഉമ്മത്തിന്റെ ഖിലാഫത്തിന്റെ ഭാഗമായി മാറി. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ അധികാരത്തിന്റെ കീഴിലേക്ക് വന്നു എന്ന് ഉറപ്പിക്കപ്പെട്ടതോടുകൂടി വിജയപ്രഖ്യാപനം കഴിഞ്ഞപ്പോ ആർച്ച് ബിഷപ്പ് സെഫ്രോണിയാസ് നേതാക്കളെ വിളിച്ചുകൊണ്ട് തന്റെ അനുയായികളോട് പറഞ്ഞു, ഇനി കാര്യം കഴിഞ്ഞു. ജൂതന്മാരെ പോലെയുമല്ല, ഇവര് മുഴുവനും നമ്മളെ തുടച്ചു നീക്കുന്നതാ, മുഴുവൻ ആളുകളെയും തുടച്ചു നീക്കുന്നതാ. ഉടൻ തന്നെ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഞങ്ങൾ ആദ്യം കുറച്ച് മസിൽ പിടിച്ചു എന്നത് ശരി തന്നെയാ, ഇപ്പം നിങ്ങൾ ഞങ്ങളെ കീഴടക്കിയിരിക്കുകയാ, ഞങ്ങൾ പരാജയം സമ്മതിച്ചിരിക്കുകയാ. ഈ സമയത്ത് നിങ്ങളുടെ ഖലീഫയെ കാണാൻ ഒരു ആഗ്രഹമുണ്ട്, അവസരമുണ്ടാക്കി തരുമോ? അബൂ ഉബൈദ കത്തെഴുതി. അടുത്ത നാടുകളിൽ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്, ഉമർ എന്ന പേര് കേട്ടാൽ ലോകം കിടുകിടാ വിറപ്പിച്ച ഉമറുൽ ഫാറൂഖ് ഒരു കുതിര ഒട്ടകത്തിന്റെ പുറത്ത് ഒരു മാസത്തെ വഴി യാത്രക്ക് ശേഷം ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണിലേക്ക് വരികയാ. മഹാനവറുടെ വരവിന്റെ ദിവസമെടുക്കാൻ തുടങ്ങി. പാത്രിയാർക്കീസ് ബാവയും ആർച്ച് ബിഷപ്പ് സെഫ്രോണിയാസും അങ്ങേയറ്റത്തെ ഹർഷാരവങ്ങളോടെ ഖലീഫയെ സ്വീകരിക്കുവാൻ പരിവാരങ്ങളുമായി വരാന്തയിൽ അതിന്റെ കവാടത്തിങ്കൽ, ആ രാജ്യത്തിന്റെ കവാടത്തിങ്കൽ കാത്തു നിൽക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മദീനയിലേക്ക് ഹബീബായ തങ്ങൾ വരുന്നത് പോലെ വിദൂരത്ത് നിന്നും ഇങ്ങനെ കടന്നു വരുന്ന രണ്ടാളുകൾ സഞ്ചരിച്ചു വരുന്ന ഒട്ടകത്തിനെ കാണുന്നു. ആ സമയത്തിൽ മദീനത്തിലേക്ക് സഞ്ചരിച്ചു വന്ന സ്വഹാബത്തിന്റെ അനുസ്മരണം. അതേപോലെ തന്നെ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുമ്പോ ഒരു വാഹനമാ കൂട്ടത്തിലുണ്ടായിരുന്നത്. ഊഴമനുസരിച്ച് തന്റെ ഖാദിമ് യാത്ര ചെയ്യുമ്പോൾ യജമാനനായ മഹാനായ ഉമറുൽ ഫാറൂഖ് ഇറങ്ങി കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകും. ആ സമയത്തിൽ അങ്ങനെ നടന്ന് ഈ ബൈത്തുൽ മുഖദ്ദസ് ഇരിക്കുന്ന ജെറുസലേമിന്റെ കവാടമെത്തുമ്പോ മഹാനായ ഉമറുൽ ഫാറൂഖ് കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് കടന്നു പോകുന്ന കാഴ്ചയായിരുന്നു. ഉമറുൽ ഫാറൂഖ് കവാടത്തിന്റെ അടുക്കലേക്ക് എത്തുമ്പോ ഒട്ടകപ്പുറത്തിരിക്കുന്ന മനുഷ്യന്റെ നേരെ ഹാരവുമായി ഷാളുമായിട്ട് പാത്രിയാർക്കീസ് ബാബ പോയിട്ട് ഷാളിടാൻ നേരത്ത് അബൂ ഉബൈദ പറഞ്ഞു കൊടുത്തു, ഖലീഫയായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നയാള് ആ ഒട്ടകത്തിന്റെ പുറത്തിരിക്കുന്നയാളല്ല, ഈ നടന്നു വരുന്നയാളാ. ഉമറുൽ ഫാറൂഖ് തങ്ങള് ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, 4000 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫ ഒട്ടകത്തിന്റെ മൂക്കേറി പിടിച്ചുകൊണ്ട് അങ്ങേയറ്റം വിഷമകരമായ ആ മരുഭൂമി യാത്രയിലൂടെ പൊടിപടലങ്ങൾ പിടിച്ചുകൊണ്ട് ജെറുസലേമിന്റെ കവാടത്തിങ്കൽ എത്തി നിൽക്കുകയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല സ്വീകരിച്ചു. പാത്രിയാർക്കീസ് ബാവയും ആർച്ച് ബിഷപ്പും കൊണ്ടുപോയി ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ മഹാനായ സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂജാതനായതായി വിശ്വസിക്കപ്പെടുന്ന തിരുപ്പിറവി ദേവാലയം ഇന്നും സഹസ്രാബ്ദങ്ങളായി ആ തിരുപ്പിറവി ദേവാലയം ക്രൈസ്തവ സഹോദരങ്ങളുടെ ഹറമാണ്. പരിശുദ്ധമായ മക്കയും മദീനയും പോലെ അവർ ജെറുസലേമിലേക്ക് പോകുന്ന തിരുപ്പിറവി ദേവാലയത്തിലാക്കാൻ പുൽക്കൂടിൽ പിറന്ന യേശുക്രിസ്തുവിന്റെ ജനനസ്ഥാനത്ത് സ്ഥാപിക്കപ്പെട്ട ദേവാലയമായി തിരുപ്പിറവി ദേവാലയം. ആ തിരുപ്പിറവി ദേവാലയം അടക്കമുള്ളതെല്ലാം കാണിച്ചു കൊടുത്തു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല സെഫ്രോനിയാസിന്റെ കൈപിടിച്ചുകൊണ്ട് എല്ലാ ഭാഗത്തും നടന്ന് സഞ്ചരിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അസ്ർ നിസ്കാരത്തിന്റെ സമയമാകുന്നത്. നിസ്കാരത്തിന്റെ സമയമായി. മഹാനവറുകൾ ധൃതി കാണിച്ചു, പുറത്തിറങ്ങിയിട്ട് നിസ്കരിക്കണം. എന്താ ധൃതി കാണിക്കുക? സെഫ്രോണിയാസ് ചോദിച്ചു, എന്താ ധൃതി കാണിക്കുക? നിസ്കാരത്തിന്റെ സമയമായി പറഞ്ഞു.
നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ ഞങ്ങളുടെ നേതാക്കൾ, അങ്ങയുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ മസ്ജിദുൻ നബവിയിൽ വരുമ്പോൾ ആ മസ്ജിദുൻ നബവിയിൽ അങ്ങയുടെ നേതാവിന്റെ കൺമുമ്പിലായി നമസ്കരിച്ച ആ ഒരു സമുദായത്തിനെ ആദരിച്ച അതിന് പ്രത്യുപകാരമെന്ന നിലയിൽ, അതിന് പ്രത്യാദരവെന്നുള്ള നിലയിൽ അങ്ങക്ക് തടസ്സമില്ല എങ്കിൽ ഇവിടെ നിസ്കരിക്കാം. ഉമർ റളിയല്ലാഹു തആല അൻഹു അവരുടെ വാക്കുകളെ ശ്ലാഘിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ നല്ല വാക്കുകളായിട്ടിരിക്കട്ടെ. എന്നാൽ ഞാൻ ഇവിടെ നിസ്കരിച്ചാൽ നമസ്കാരം ശരിയാവില്ല എന്ന നിലപാടില്ല. നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകും. എന്നാൽ ഈ ഉമർ എന്നിവിടെ നിസ്കരിച്ചിട്ട് ഇറങ്ങിയാൽ നാളൊരു കാലത്തൊരു പക്ഷേ എന്റെ സമുദായം പറയും, ഞങ്ങളുടെ നേതാവ് ഉമർ നിസ്കരിച്ച പള്ളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുപ്പിറവി ദേവാലയം അവർ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ولا تسبوا الذين يدعون من دون الله അല്ലാഹ് അല്ലാത്ത ആരാധ്യ വസ്തുക്കളെ തെറി വിളിക്കരുതെന്ന് പറഞ്ഞ, അവമതിക്കരുതെന്ന് പറഞ്ഞ, കൈയടക്കരുതെന്ന് പറഞ്ഞ, കത്തിച്ച് ചാരമാക്കരുതെന്ന് പറഞ്ഞ, ഭജനങ്ങളിൽ മടങ്ങളിൽ ഭജന ഇരിക്കുന്ന ആളുകൾ ആക്രമിക്കരുതെന്ന് പറഞ്ഞ ഒരു നേതാവിന്റെ അനുയായിയായി ഉമറിന് തുടരാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ താല്പര്യത്തിന് നന്ദി, ഞാൻ ഈ പള്ളിയുടെ ഉള്ളിൽ നമസ്കരിക്കുന്നില്ല, പുറത്തേക്കിറങ്ങി മുസല്ല വിരിച്ച് നമസ്കരിച്ചുകൊണ്ട് ആ സമുദായത്തിന്റെ മുമ്പിൽ ഈ സമുദായത്തിന്റെ ഇതര മതവിഭാഗങ്ങളോടുള്ള ആദരവ് കാണിച്ചു കൊടുത്ത, ഇതര മതവിഭാഗങ്ങൾ ആരാധനാലയങ്ങളോടുള്ള പവിത്രത കാണിച്ചു കൊടുത്ത, അതിനെ എങ്ങനെ മാനിക്കണമെന്ന് കാണിച്ചു കൊടുത്ത മഹാനായ ഉമർ അൽ ഫാറൂഖ്. ആ ഉമർ അൽ ഫാറൂഖിന്റെ പിൻഗാമികളാണ് ലോകത്തെ മുസ്ലിം ഉമ്മ. ഈ മുസ്ലിം ഉമ്മത്തിന്റെ 99.4% ഇതുപോലെ മര്യാദയുള്ളവരായി ജീവിക്കുന്നുവെങ്കിൽ ഭൗതിക ലാഭങ്ങളുടെ പേരിൽ പറഞ്ഞുറപ്പിച്ച വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ പെണ്ണിന്റെ പണത്തിന്റെ അധികാരത്തിന്റെ ക്യാഷിന്റെ നോട്ടുകെട്ടിന്റെ ബലത്തിലൂടെ ചാവേറുകളായി പൊട്ടിത്തെറിക്കാൻ ആളുകളെ കണ്ടെത്തിയിട്ട്, ഭീകരാക്രമണത്തിന് ആളുകളെ കണ്ടെത്തിയിട്ട്, നിരപരാധികളായ ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ അക്രമത്തിലൂടെ കീഴ്പ്പെടുത്തുന്ന വീഡിയോ എടുക്കാൻ ഒരാളെ കണ്ടെത്തിയിട്ട് അത് ലോക മുസ്ലിങ്ങളുടെ നിലപാടാണെന്ന് പറയുന്നവരെ, ഇപ്രകാരം ഒരു നിലപാട് പരിശുദ്ധ ഇസ്ലാമിനില്ല. പരിശുദ്ധ ഖുർആൻ ഇപ്രകാരം ഒരു നിലപാട് പഠിപ്പിക്കുന്നേ ഇല്ല. പഠിച്ചാൽ വിശാലമായി പഠിക്കണം. ഭീകരാക്രമണങ്ങൾ മുസ്ലിം ഉമ്മത്താണ് ചെയ്യുക എന്ന ധാരണ കാലങ്ങളായി ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യമാണ്, എങ്കിൽ ലോകത്ത് മുസ്ലിങ്ങളുള്ളതെല്ലാം പൊട്ടിത്തെറിക്കണം. എന്തേ പൊട്ടാത്തത്? മുസ്ലിങ്ങൾ ലോകത്ത് 200 ചില്ലുവാന രാജ്യങ്ങളിലെ മുസ്ലിങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വത്തിക്കാനിൽ മാത്രമേ ഇല്ലാതെയുള്ളൂ. അവിടെ ഉണ്ടോയെന്നറിയില്ല. ഇർഷാദ് ഉസ്താദൊക്കെ ഒരുപാട് അറിവിന്റെ ബഹറാണ്. അവിടെ മുസ്ലിങ്ങളുണ്ടോ ഉസ്താദേ? വത്തിക്കാനിലുണ്ടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും ലോകത്ത് എവിടെയൊക്കെ മനുഷ്യരുണ്ട് അവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ട് എന്നാണ്. എല്ലായിടത്തും മുസ്ലിങ്ങളുണ്ട്. ഇനി നിരപരാധികളുടെ ഇടയിൽ പോയി പൊട്ടിത്തെറിച്ചിട്ട് ഒരു ഇസ്ലാം പ്രബോധനത്തിന്റെ രീതി, പാവങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇസ്ലാം പ്രബോധനത്തിന്റെ രീതി ഖുർആനോ പ്രവാചക ജീവിതമോ പഠിപ്പിക്കുന്നുവെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ അനുയായികൾ ലോകത്തെവിടെയെല്ലാം ഉണ്ടോ അവിടെ എല്ലാം പൊട്ടിത്തെറിക്കണം. തെറിക്കണ്ടേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി വേണ്ടേ? ഞാൻ ചോദിക്കുക, വെനിസ്വേലയിൽ നിന്നും ഭീകരാക്രമണം കേട്ടിട്ടുണ്ടോ? ക്യൂബയിൽ നിന്നും കേട്ടിട്ടുണ്ടോ? ജപ്പാനിൽ കേട്ടിട്ടുണ്ടോ? ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കേട്ടിട്ടുണ്ടോ? കരീബിയൻ രാജ്യങ്ങളിൽ കേട്ടിട്ടുണ്ടോ? ദരിദ്ര പരകോടികൾ കഴിയുന്ന എത്യോപ്യയിൽ കേട്ടിട്ടുണ്ടോ? എന്തേ യൂറോപ്പിലും അറബ് രാജ്യങ്ങളിലും മാത്രമേ ഈ പൊട്ടിത്തെറി? അവിടെ മാത്രമേ മുസ്ലിങ്ങളുള്ളൂ? ഒന്നുകിൽ നമ്മൾ പറയണം ഇവിടെ മാത്രമേ മുസ്ലിങ്ങളുള്ളൂ, അല്ലെങ്കിൽ ഈ അറബ് രാജ്യത്തിലും യൂറോപ്പിലുമുള്ളവരുടെ ഖുർആനും ഹദീസും ഒന്ന്, ഈ പറയപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങളിലും ദരിദ്ര രാജ്യങ്ങളിലുമുള്ള ആളുകളുടെ ഖുർആനും ഹദീസും വേറൊന്ന്. അങ്ങനെ ഉണ്ടോ? ഒരു ഖുർആൻ അല്ലേ? ആഫ്രിക്കയിൽ പോയാലും അമേരിക്കയിൽ പോയാലും ജപ്പാനിൽ പോയാലും ന്യൂസിലാൻഡിൽ പോയാലും ലോകത്തിൽ എവിടെ പോയാലും മുസ്ലിം ഉമ്മത്തിന് ഒരേ ഒരു ഖുർആനേ ഉള്ളൂ. ആ ഖുർആനിന്റെ ആയത്തുകളിൽ ഒരു വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ല. അതിൽ ഏതെങ്കിലും ഒരു ആയത്തിന്റെ പ്രഖ്യാപനം, ഏതെങ്കിലും ഒരു ആയത്തിന്റെ കൽപ്പന നിരപരാധികൾക്കിടയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇസ്ലാം വളർത്താൻ പഠിപ്പിച്ചുവെങ്കിൽ മുസ്ലിങ്ങളുള്ള ലോകത്തെ മുഴുവൻ സ്ഥലങ്ങളിലും അതുണ്ടാകണം. എന്താ ഉണ്ടാകുന്നില്ല? ഇത് നമ്മളെ പഠിപ്പിക്കുന്നു, ചിന്തിക്കുന്ന സമൂഹത്തിന് അറിവ് കൊടുക്കുന്നു. അങ്ങനെ ഒരു കൽപ്പന ഇസ്ലാമിനില്ല, അങ്ങനെ ഒരു ദർശനം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാകണം. പിന്നെ ഇത് ആരുണ്ടാക്കുക? ഒരൽപ്പം ശാന്തമായി വിലയിരുത്തി കാര്യങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ എവിടെ ഒരു പൊട്ടിത്തെറിയുണ്ടോ ആ പൊട്ടിത്തെറിയിലൂടെ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്നതാരാണോ അവരാണ് അതിന്റെ പ്രോക്താക്കൾ, അവരാണ് അതിന്റെ പിന്നണികൾ, അവരാണ് അതിന്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അവരാണ്. 5 വർഷമായി ഇന്ത്യയിൽ ഇപ്പൊ ഭീകരാക്രമണങ്ങളൊന്നുമില്ല. എന്തായിരിക്കും? സാമാന്യം ഒന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പൊ പൊട്ടിത്തെറിയുടെ ആവശ്യമില്ല. കാരണം ഇപ്പൊ പൊട്ടിത്തെറിയുടെ ആവശ്യമില്ല. അധികാരം പിടിക്കലായിരുന്നു, കിട്ടി. ഇനിയിപ്പോ അധികാരം പോയാൽ വീണ്ടും പൊട്ടും. അത്രയേ ഉള്ളൂ അതിന്റെ സാരം. നമ്മുടെ സമൂഹം
അറിവില്ലാത്തൊരു ലോകത്തിലൂടെ ഇങ്ങനെ പോവുക. ഇതുപോലെയുള്ള നൂറുകണക്കിന് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാ ഈ രാജ്യത്തൊരുമയോടെ കഴിഞ്ഞിരുന്ന ഏകോദര സഹോദരങ്ങളെ പോലെ തോളൊരുമി കഴിഞ്ഞിരുന്ന പാവങ്ങളായ ഹൈന്ദവ സഹോദരങ്ങളെ, ക്രൈസ്തവ സഹോദരങ്ങളെ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ അവർക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞു പഠിപ്പിക്കപ്പെടുമ്പോ എൻ്റെ പ്രിയമുള്ളവരെ മാറി ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ ഡോക്ടർ ലക്ഷ്മി ശങ്കരാചാര്യ എന്ന് പറയുന്ന വലിയൊരു സംഘപരിവാറിന്റെ ബൗദ്ധിക ആചാര്യൻ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ബുക്ക് കയ്യിലെടുത്തു വെച്ചതാ, പക്ഷേ മറന്നുപോയി. IPH പുറത്തിറക്കിയിട്ടുണ്ട്. 1989 ബാബരി മസ്ജിദിന്റെ തകർച്ചയടക്കമുള്ള ഇന്ത്യയിലെ ആയിരക്കണക്കിന് കലാപത്തിന് ശക്തി പറഞ്ഞ ഗ്രന്ഥമാണ് ആ മനുഷ്യൻ. 1989 ദ ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിക് ടെററിസം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. അതായത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ചരിത്രം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിലുള്ള ഓരോ വാക്കുകളും ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ശ്രീകാന്ത് എന്ന സഹോദരനടക്കമുള്ള ആളുകളിലൂടെ നൂറുകണക്കിന് സഹോദര സമുദായത്തിനിടയിൽ തെറ്റിദ്ധാരണകൾ പരത്തപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്ന്. ആ ഗ്രന്ഥത്തിലൂടെ ഒരുപാട് അക്രമങ്ങൾക്ക് ശക്തി പകർന്നിട്ടുണ്ട്. ആ ഗ്രന്ഥം കയ്യിലെടുത്തുകൊണ്ട് സഹാറംപൂകാരനായ മഹാനായ കലീമുല്ലാ സിദ്ദീഖി വലിയൊരു പ്രബോധകനാണ് മഹാനായ ലക്ഷ്മി ശങ്കരാചാര്യയെ കാണാൻ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച്, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച്, ഹബീബായ മുത്ത് റസൂൽ തങ്ങളെ കുറിച്ച് ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നുവല്ലോ. ഇതെവിടെയെങ്കിലും വല്ല ആധികാരികമായ തെളിവുകൾ അടിസ്ഥാനത്തിലാണോ? ചർച്ചകൾ നീണ്ടുപോയി. 2-3 വർഷക്കാലത്തെ അശ്രാന്ത പരിശ്രമത്തിലൂടെ നടന്ന ചർച്ചകൾക്കൊടുവിൽ സ്വാമി ലക്ഷ്മി ശങ്കരാചാര്യ ഇസ്ലാം നോട്ട് ടെററിസം, ഇസ്ലാം നോട്ട് ടെററിസം, ഇസ്ലാം തീവ്രവാദമല്ല, ഇസ്ലാം ഭീകരവാദമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചാത്താപത്തോടെ മാറ്റി എഴുതിയ തന്റെ ഗ്രന്ഥം 1989 ഹിസ്റ്ററി ഓഫ് ഇസ്ലാമിക് ടെററിസം എന്ന പുസ്തകം എഴുതിക്കൊണ്ട് എന്റെ ഗ്രന്ഥത്തിലൂടെയാണ് നിങ്ങൾ ഈ രാജ്യത്തെ അക്രമങ്ങൾ വിതയ്ക്കുവാൻ കാരണക്കാരായതെങ്കിൽ ഞാൻ തന്നെ പറയുന്നു, എൻ്റെ സഹോദരങ്ങളെ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാലത്ത് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയതല്ല യാഥാർത്ഥ്യം. ഒരു കാലത്ത് ഞാൻ പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ച് മനസ്സിലാക്കിയതല്ല യാഥാർത്ഥ്യം. ഞാൻ അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടുകൊണ്ട് ഞാനിതാ അത് തിരുത്തിക്കൊണ്ട് പുറത്തിറക്കിയ ഗ്രന്ഥമാണിത്. ഇസ്ലാം ഭീകരതയല്ല എന്ന പേരിൽ IPH എന്നത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വാഹനത്തിൽ എപ്പോഴും കയ്യിൽ കരുതാറുള്ളതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സഹോദര സമുദായത്തിലെ നമ്മുടെ രാജ്യത്ത് ഇത്രമാത്രം വർഗീയവൽക്കരണം നടന്നുകൊണ്ടിരിക്കുമ്പോ ഇതുപോലെയുള്ള പുസ്തകങ്ങൾ വാങ്ങി കയ്യിൽ കരുതിയാൽ സഹോദരങ്ങളായ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഹദിയായിട്ട് ദാനമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള ഈ വർഗീയവൽക്കരണത്തിനെ തടയാൻ നമുക്ക് കഴിയും. വാചാലതയില്ല, എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല എന്ന് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം കയ്യിലേക്ക് കൊടുത്താൽ മതി. ലക്ഷ്മി ശങ്കരാചാര്യയെ കഴിയുമെങ്കിൽ കേരളത്തിൽ കടുവാപ്പള്ളിക്കാർ വിചാരിച്ചാൽ ചിലപ്പം കഴിയും. അടുത്ത വർഷം കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു വലിയ നബിദിന സമ്മേളനം നടത്തണം. കുട്ടികളെ കൊണ്ടല്ല റാലി നടത്തേണ്ടത്. വലിയ മുതിർന്ന ആളുകൾ വൈകുന്നേരം റബീഉൽ അവ്വൽ 1 അതിനുശേഷമോ ഒരു വലിയ നബിദിന സമ്മേളനം നടത്തണം. എന്നിട്ട് ലക്ഷ്മി ശങ്കരാചാര്യയെ പോലെ ഒരുപാട് ആളുകളുണ്ട്. ഒരു കാലത്ത് പ്രവാചകന്റെ വിരോധികളായിരുന്നു അവർ. പ്രവാചകന്റെയും ഇസ്ലാമിന്റെയും ബദ്ധശത്രുക്കളായിരുന്നു. എന്താണ് ഇസ്ലാമെന്ന്, ആരാണ് പ്രവാചകനാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ അവർ സ്വന്തം നാവ് കൊണ്ട് ഞങ്ങൾ പറഞ്ഞത് തെറ്റായിരുന്നു, സഹോദരങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോവുകയാ, ഈ രാജ്യത്ത് അക്രമങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളെ വിഷലിപ്തമായ കള്ളക്കഥകൾ പറഞ്ഞ് പഠിപ്പിക്കപ്പെടുകയാ, അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടെന്ന് പ്രബോധകനായി സ്വന്തം ചാനൽ തുടങ്ങിക്കൊണ്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പരിശ്രമിക്കുന്ന കാൺപൂരുകാരനായ സ്വാമി ലക്ഷ്മി ശങ്കരാചാര്യ യൂട്യൂബിൽ കയറി ഇന്ന് തന്നെ നിങ്ങൾ അടിച്ചു നോക്കിന്. അഗ്നിവേശിനെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ടുവന്നാൽ സമൂഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. രാജ്യത്ത് ഇതുപോലെ അക്രമ രാഷ്ട്രീയത്തിലൂടെ ഒരു സമുദായത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അക്രമ രാഷ്ട്രീയത്തിലൂടെ രാജ്യത്തിനെ തകർക്കാൻ ശ്രമിക്കപ്പെടുമ്പോ അവിടെ ഞാനും നിങ്ങളും അടക്കമുള്ള ഇന്ത്യയിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 1965 മഹാനായ സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി ബർമയിലേക്ക് എത്തിയിട്ട് മുസ്ലിങ്ങളോട് വലിയൊരു ദുരന്തം വരാനിരിക്കുന്നുവെന്ന് പറയുമ്പോ ഞങ്ങൾക്കിത് സംഭവിക്കില്ല എന്ന് ശുഭാപ്തി വിശ്വാസം വിശ്വസിച്ച ആ റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഇന്ന് കയയില്ലാ കടലിലൂടെ അലഞ്ഞു നടക്കുകയാ. അവർ ഗതികിട്ട പ്രേതങ്ങളെ പോലെ അലഞ്ഞു നടക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് ഞാൻ നിങ്ങളും അടക്കമുള്ള ആളുകൾ പൗരത്വം പോലും നിഷേധിക്കപ്പെടുന്നതിന്റെ പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോ ആ പൗരത്വ നിഷേധത്തിന്റെ ഘട്ടമെത്തിയിട്ട് പോലും, വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന ഘട്ടമെത്തിയിട്ട് പോലും ഇവിടെ വ്യക്തമായ ശക്തമായ ഒരു നിലപാടെടുക്കാൻ, ശക്തമായ നടപടികളും നിലപാടുകളും എടുക്കാൻ അധികാര കേന്ദ്രങ്ങൾ പോലും മൗനികളായി അതിനോട് അനുകമ്പ കാണിച്ചുകൊണ്ട് അനുഭാവപൂർണമായ നിലപാടുകളുമായിട്ട് ഒത്തുചേരുമ്പോ ഇവിടെ പ്രതിസ്ഥാനത്ത് വരുന്നത് ഈ അക്രമത്തിന്റെയും ഈ പ്രശ്ന
പ്രശ്നങ്ങളുടെയും ഇതിന്റെ എല്ലാത്തിന്റെയും കാരണക്കാരായ ഒരു പക്ഷേ മാറുന്നത് ഞാനും നിങ്ങളും അടക്കമുള്ള ഉമ്മത്തുൽ മുസ്ലിമത്തിന്റെ അനുയായികളാ. എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അയൽക്കാര്, നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ട ആളുകൾ, അവരുമായിട്ട് അങ്ങേയറ്റം അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ബന്ധം സ്ഥാപിക്കുക, തെറ്റിദ്ധാരണകളുള്ളതിനെ നിവാരണം ചെയ്യുക, സൗഹൃദങ്ങൾ ഊട്ടി ഉറപ്പിക്കപ്പെടുക, യാതൊരു തടസ്സവുമില്ല. പരിശുദ്ധ ഖുർആൻ ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ, പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങളോട് ശത്രുത കാണിക്കാത്ത ആളുകൾ, അവരോട് നിങ്ങൾ നന്മ കാണിക്കണേ, അവരോട് നിങ്ങൾ പുണ്യമായിട്ട് വർത്തിക്കണേ, അവരോട് നിങ്ങൾ മര്യാദയോടെ പെരുമാറണേ. ഹബീബായ ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങളുടെ ഖാദിമായിട്ട് കഴിഞ്ഞിരുന്നത് ഒരു ജൂത സഹോദരനായിരുന്നുവെങ്കിൽ ഹബീബായ തങ്ങൾ വഫാത്താകുമ്പോൾ അവിടുത്തെ പടയങ്കി കൊണ്ടുപോയി പണയം വെച്ചിരുന്നത് അയൽപക്കത്ത് താമസിച്ചിരുന്ന ജൂതനായ സഹോദരന്റെ വീട്ടിലായിരുന്നുവെങ്കിൽ മുത്ത് റസൂൽ തങ്ങളുടെ മദീന മുനവറയിൽ ഹബീബായ തങ്ങളും മരണപ്പെടുമ്പോഴും ബഹുസ്വര സമൂഹത്തിന്റെ സംഗമ ഭൂമിയായിരുന്നു മദീനയെങ്കിൽ ആ മദീന മുനവറയിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് സമാനതകളില്ലാത്ത ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞതെങ്കിൽ ആ പ്രവാചകന്റെ അനുയായികളാ നമ്മള്, ആ പ്രവാചകന്റെ പിന്മുറക്കാരാ നമ്മള്. നമ്മുടെ അയൽപക്കങ്ങളിൽ കഴിയുന്ന സഹോദരങ്ങളോട് അങ്ങേയറ്റം അനുഭാവത്തോടെ പെരുമാറാൻ കഴിയണം, അവരുമായിട്ട് ഗാഢമായ ബന്ധത്തിൽ കഴിയാൻ കഴിയണം. അതിലൂടെയല്ലാതെ അവര് തെറ്റിദ്ധരിക്കുമ്പോ അതിനെ കൂടുതൽ ശക്തി പകരുന്ന രൂപത്തിൽ മറുഭാഗത്ത് വാളും പരിചയം എടുത്തുകൊണ്ടിറങ്ങലല്ല പരിഹാരം. അവരുടെ തെറ്റിദ്ധാരണകൾ നിവാരണം ചെയ്തുകൊണ്ട് വേണ്ടതുപോലെ സമീപിക്കല അതിന്റെ പരിഹാരം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാരുണ്യവാനായ പടച്ച തമ്പുരാൻ അത്തരത്തിലുള്ള ബൗദ്ധികമായ മനഃശാസ്ത്രമായ ദഅവത്തിന്റെ രൂപങ്ങളിലൂടെ ഈ ഉമ്മത്തിനെ പിടിച്ചു നിർത്തുവാൻ, ഈ ഉമ്മത്തിന്റെ നിലനിൽപ്പിന്റെ ഭീഷണികളെ മാറ്റുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓരോരുത്തരും ആലോചിച്ച് ഓരോരുത്തരും പരിശ്രമിക്കണം. നമ്മുടെ സൗഹൃദ ബന്ധങ്ങൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവരുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ നിവാരണം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഭാഗങ്ങൾ, നമ്മുടെ പരിസരങ്ങൾ സുഭദ്രമാവുകയുള്ളൂ. അപ്രകാരമുള്ള ഒരു സമൂലമായ ഒരു പരിവർത്തനത്തിലൂടെ അല്ലാതെ ഈ നാട്ടിലൊരു മാറ്റം കൊണ്ടുവരൽ വളരെ പ്രയാസമാണ് എന്നുള്ള കാര്യം അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കൂ. കാരണം മനുഷ്യന്റെ മനസ്സുകൾ, ആ മനസ്സുകൾ രണ്ട് ചേർന്ന് മൂന്നായി, 3, 5, 10, 20, 1000, 2000 രാഷ്ട്രീയമായി, ശക്തിയായി, അധികാരമായി മാറുമ്പോഴാണ് തീരുമാനങ്ങൾ വരുന്നു. ആ തീരുമാനങ്ങൾ എതിരായി വരുന്നു, ഭീഷണിയായൊക്കെ മാറുക. മനസ്സുകളിലാണ് മാറ്റം വരേണ്ടത്, കൈകാലുകളിലല്ല, മറ്റ് മേഖലകളിലല്ല. മനസ്സുകളിൽ മാറ്റമുണ്ടാക്കാൻ കഴിയണം. സംശയങ്ങൾ, തെറ്റിദ്ധാരണകൾ നിവാരണം ചെയ്തു കൊടുക്കാൻ കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ചാനലിലെ പുതിയ പ്രോഗ്രാമുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുവാനും ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്.